ഈ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം യൂഷ്വലി പറഞ്ഞാണ് ഒരു ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് MBBS സ്റ്റുഡൻസ് ഓർ MA സ്റ്റുഡൻസ് ഓർ BA സ്റ്റുഡൻസ്. ഐ ഹാവ് ഗോൺ ടു some 50+ colleges in the last 2 years. നമ്മൾ കുറെ കൂടെ എന്താണ് പ്രബുദ്ധ മലയാളികൾ എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ നമ്മൾ പല കോളേജിലും പോയി സംസാരിക്കുമ്പോൾ ഇവൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ദേ ഹാവ് നോ ക്ലൂ ഇതെന്താണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ബേസിക്സിന് പ്രശ്നങ്ങളുണ്ട്, അതാദ്യമേ പറഞ്ഞു വെച്ചോട്ടെ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും സെക്സ് എന്ന് പറയുന്ന ഒരാളുടെ അനറ്റോമിക്കൽ, അയാളുടെ ഫിസിയോളജിക്കൽ സ്ട്രക്ചറിനെ, ബോഡിയെ, ബയോളജിക്കൽ പ്രോസസ്സുകളെ ആണ് സെക്സ് എന്ന് വിളിക്കുന്നതും ജെൻഡർ എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തെ സോഷ്യൽ ഇൻസ്ക്രിപ്ഷനെയും ജെൻഡർ പെർഫോമൻസിനെയും ജെൻഡർ എക്സ്പ്രഷനെയും ജെൻഡർ റോളിനെയൊക്കെ ചേർന്ന് ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിനെയാണ് ജെൻഡർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞായിരുന്നു നമ്മൾ ക്ലാസ് തുടങ്ങിക്കൊണ്ടിരുന്നത് ടിൽ അബൌട്ട് 5 years ago. ഇത് കുറച്ചും കൂടെ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാറുണ്ട്. ജെൻഡർ എന്ന് പറഞ്ഞത് ഒരു സോഷ്യലി നമുക്ക് പോലെ നിങ്ങൾ പ്രവർത്തിക്കണം. സോ ഇഫ് ഐ എം എ വുമൺ, സൊസൈറ്റി നമ്മളോട് എന്താ പറയുന്നത്? നമ്മൾ നല്ല അച്ചടക്കമുള്ള നല്ല കുട്ടികളായിട്ട് ഭാവിയിലെ നല്ല അമ്മമാരായിട്ട് നമ്മളെ തന്നെ വാർത്തെടുക്കണം. ഇതേപോലെ തന്നെ ആണുങ്ങളോട് എന്ത് പറയും? ആണുങ്ങളോട് പറയും നിങ്ങൾ നല്ല കുടുംബനാഥന്മാരായിട്ട് എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറണമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫോർ ദ ലാസ്റ്റ് 70 years or so ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് സ്റ്റഡീസ് ഹവ് പ്രൂവൻ ദാറ്റ് ഈ പ്രൊട്ടക്ഷൻ മനോഭാവം എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാ ജെൻഡറിലും ഉള്ള മനുഷ്യരിലും ഉള്ളതാണ്. ഇപ്പം എനിക്ക് ഒരു കുട്ടിയെ ഒരാൾ ഉപദ്രവിക്കുന്ന കണ്ടാൽ എനിക്ക് ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നും. ഇതുപോലെ തന്നെ ഒരാണിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നും. ഇതുപോലെ തന്നെ ഇൻ്റർസെക്സ് വ്യക്തിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നും. ട്രാൻസ് വുമണിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നും. ട്രാൻസ് മാനിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നും. പക്ഷെ നമ്മൾ ചില ജെൻഡറുകൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഊന്നി പറയാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മെൻ ആർ നോട്ട് അലൗഡ് ടു ക്രൈ, വിമൻ ആർ അലൗഡ് ടു ക്രൈ. കുഞ്ഞിലെ തന്നെ ആൺകുട്ടികളടുത്ത് പറയും മോനെ അങ്ങനെ കരയരുത്, ആൺകുട്ടികളായ കരയോ എന്നുള്ള രീതിയിൽ ദേ ആർ നോട്ട് അലൗഡ് ടു ക്രൈ. അതുകൊണ്ട് തന്നെ എന്താ ദേ ബിൽഡ് അപ്പ് എ ലോട്ട് ഓഫ് സ്ട്രെസ് വിത്തിൻ ദംസെൽസ്. ഇതിൽ ഒരുപാട് പഠനങ്ങൾ മാസ്കുലിനിറ്റി സ്റ്റഡീസിൽ ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ഇങ്ങനെയാണ് പല കൈൻഡ്സ് ഓഫ് ഡിസീസസ് ആണുങ്ങൾക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ ഈ പെൻറ്റപ്പ് ഇമോഷൻസ് കാരണമാണ്. ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് സമൂഹം കൊടുക്കാത്തതുകൊണ്ടാണ്. പക്ഷെ പല ഇതിന് മുമ്പേ നടന്നിട്ടുള്ള പല സ്റ്റഡീസിൻ്റെ ഒരു പ്രത്യേകത, നമുക്കുള്ള സാമ്പിൾ വെച്ചിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീസസൊക്കെ എഴുതുമ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഈ സാമ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാമ്പിൾ. അവർ വാക്യൂമിൽ നിന്ന് വന്നൊരു സാമ്പിൾ അല്ലല്ലോ. നിങ്ങൾ 10 പേരെടുത്ത് പഠിക്കുന്നു, 50 പേരെടുത്ത് പഠിക്കുന്നു. അത് വെച്ചിട്ട് പുറകോട്ട് പോയാണ് പലപ്പോഴും പെർട്ടിക്കുലർലി മെഡിക്കൽ ബേസ്ഡ് സ്റ്റഡീസ്, മെഡിക്കൽ ബേസ്ഡ് സർവേസ് നടക്കാറ്. അതുകൊണ്ട് എന്താണ് അസ്യൂം ചെയ്ത് കളയും, ഓക്കെ മെയിൽ നേച്ചർ ഇങ്ങനെയാണ്, ഫീമെയിൽ നേച്ചർ ഇങ്ങനെയാണെന്ന്. അതുകൊണ്ട് അങ്ങനെ അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫെമിനൈൻ ക്വാളിറ്റീസും മാസ്കുലിൻ ക്വാളിറ്റീസും ഓൾറെഡി അതിൻ്റെ ഒരു വലിയ ബാഗേജ് നമ്മുടെ സോഷ്യൽ സയൻസസിലാണെങ്കിലും ശരി, സയൻസിലാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെയാണ് ഈ ജെൻഡർ എന്ന് പറയുന്ന കാര്യം നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പോലെ ജെൻഡർ റോളുകൾ അല്ലെങ്കിൽ സൊസൈറ്റി നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ മേൽ ഇൻസ്ക്രൈബ് ചെയ്യുന്ന റോളുകൾ മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജെൻഡർ എക്സ്പ്രഷൻ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വിധവും കൂടെയാണ്. അതുകൊണ്ട് പണ്ട് ഞങ്ങളിങ്ങനെ പറയായിരുന്നല്ലോ, ദേഹം അനുസരിച്ച് നമുക്ക് സെക്സും മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ റോൾ അനുസരിച്ച് ജെൻഡറും മനസ്സിലാകാം. അതിൽ നിന്ന് ജെൻഡർ സ്റ്റഡീസ് ഒരുപാട് മുമ്പോട്ട് നടന്നിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന ജെൻഡർ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് കാറ്റഗറിയാണ്. വേർ യു ക്യാൻ ഇറ്റ്സ് എ സ്പെക്ട്രം എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ സ്പെക്ട്രത്തിനും പ്രശ്നമുണ്ട്. കാരണം സ്പെക്ട്രത്തിൻ്റെ ഒരറ്റം ഐഡിയൽ മെയിലും മറ്റേ അറ്റം ഐഡിയൽ ഫീമെയിലുമാണ്. അപ്പോൾ ഇങ്ങനെ ഐഡിയൽ മെയിൽ ആരാണ്? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു പുരുഷന് വന്നിട്ട് പറയാം ഈ ലോകത്തെ ഏറ്റവും ഐഡിയൽ പുരുഷൻ ഞാനാണെന്ന്. അപ്പോൾ ഐഡിയൽ പുരുഷത്വത്തെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഐഡിയൽ സ്ത്രീത്വത്തെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദർ ഇസ് നോ, ഇതിൻ്റെ ഒറ്റ ആൻസറേ ഉള്ളൂ. ദർ ഇസ് നോ ഐഡിയൽ ഫെമിനിറ്റി, ദർ ഇസ് നോ ഐഡിയൽ വുമൺഹുഡ്, ദർ ഇസ് നോ ഐഡിയൽ മാൻഹുഡ്. സോ ഈ ഒരു സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ഐഡിയൽ മാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഐഡിയൽ വുമൺ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഇതൊക്കെ കൾച്ചറലി കണ്ടിജൻ്റ് ആണ്. ഇപ്പോൾ ഞാനൊരു ഹിസ്റ്റോറിയനാണ്. ഫോർ ലാസ്റ്റ് 13 years or so I have been studying gender. അപ്പോൾ എനിക്ക് വളരെ ഉറപ്പോടെ പറയാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ ലോകത്ത് പല ഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ
സ്ത്രീകൾ പെരുമാറിയത് 16-ാം നൂറ്റാണ്ടിൽ പെരുമാറിയ സ്ത്രീകളെ പോലെ അല്ല 18-ാം നൂറ്റാണ്ടിൽ. 18-ാം നൂറ്റാണ്ടിലെ സ്ത്രീകളെ പോലെ അല്ല 20-ാം നൂറ്റാണ്ടിൽ. 16-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ ജീവിച്ചിരുന്ന ജീവിതമല്ല ഇപ്പോഴത്തെ സ്ത്രീകൾ ജീവിക്കുന്നത്. അന്ന് സ്ത്രീകൾക്ക് എത്ര അഗ്രസീവ്നെസ് ഉണ്ടായിരുന്നു, ഇന്ന് എത്ര അഗ്രസീവ്നെസ് ഉണ്ടെന്ന് മാപ്പ് ചെയ്താൽ വളരെ വലിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. എവല്യൂഷണറി പാറ്റേണിൽ നമ്മൾ നോക്കിയാൽ ഈ അഗ്രസീവ്നെസ് സ്ത്രീകൾക്ക് എപ്പോഴാണ് നഷ്ടമായതെന്ന് വരെ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോഴും ഈ സ്പെക്ട്രത്തിൽ കോട്ടപ്പാണ്, വേർ യു ഹാവ് എൻ ഐഡിയൽ മെയിൽ ആൻഡ് എൻ ഐഡിയൽ ഫീമെയിൽ. അപ്പോൾ ഈ സ്പെക്ട്രവും നമ്മളെടുത്ത് മാറ്റി ഇപ്പം സൈഡിൽ വെച്ചിട്ട് പറയുകയാണ്, ഇല്ല, ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ജെൻഡർ. കാലമനുസരിച്ച് ദേശമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ ആണ് ജെൻഡർ. പല കപ്പാസിറ്റിയിൽ മെഡിസിൻ പഠിക്കുന്ന കുട്ടികളാണ്. കുട്ടികളെന്ന് വിളിക്കുന്നത് തെറ്റാണ്, അഡൾട്ട്സ് തന്നെയാണ്, നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. സോ something that we have to learn about the long history of science and particularly about medical science. ഇതൊന്നും 19-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിലോ ഒന്നും ഉണ്ടായ ഡിസിപ്ലിൻസ് അല്ല. വലിയ ലോങ് 2000 വർഷമൊക്കെ പഴക്കമുള്ള ഡിസിപ്ലിനാണ് മെഡിസിനും ഹീലിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നമ്മൾ യൂഷ്വലി മെഡിസിൻ്റെ ഒരു റൂട്ട് പോയി തപ്പിപ്പോയാൽ ഹിപ്പോക്രട്ടസിനെയാണ് പറയുന്നതെങ്കിൽ ഗാലനിക് മെഡിസിനാണ് ഗ്രീക്കോ റോമൻ സിവിലൈസേഷനിലുണ്ടായിരുന്ന ഗാലനിക് മെഡിസിൻ്റെ വലിയ ഇമ്പാക്റ്റ് നമുക്ക് മോഡേൺ മെഡിസിനിൽ കാണാൻ പറ്റും. അപ്പോൾ ഗാലനിക് മെഡിസിനിലും ഹിപ്പോക്രറ്റിക് മെഡിസിനിലും ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണ് ദി വാണ്ടറിങ് വൂമ്പ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു വൂമ്പാണ്. സ്ത്രീ ശരീരങ്ങളെ നേരെ ചൊവ്വേ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ ഹിപ്പോക്രട്ടസിൻ്റെ റൈറ്റിങ്ങിൽ നോക്കിയാൽ ആണല്ലാത്തതെന്തോ അത് പെണ്ണായിട്ടാണ്. അപ്പോൾ ആണുങ്ങളാണ് ഡീഫോൾട്ടായിട്ട് ഹിപ്പോക്രട്ടസ് വെച്ചിരുന്നത്. അപ്പം ഹിപ്പോക്രട്ടസിൻ്റെ ഒരു വിചാരം ആണുങ്ങൾക്ക് ഉള്ള ബോഡി പാർട്സ് ഒക്കെ സ്ത്രീകൾക്ക് ഇൻറ്റേർണലായിട്ടുണ്ട്, അത് പുറമെ അത് വെളിപ്പെടാത്തതാണ്. പക്ഷെ അപ്പോൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ആൻസർ ഗാലനാണ് കൊടുക്കുന്നത്. ഗാലൻ പറയുന്നത് സ്ത്രീകളുടെ ഉള്ളിലുള്ള ഗർഭപാത്രം സ്ത്രീയുടെ ശരീരത്തിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ടാണ് അതിനെ വാൻഡറിങ് വൂമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഗർഭപാത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഗാലൻ പറഞ്ഞ ഗർഭപാത്രത്തിന് നിങ്ങളിത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഇപ്പോൾ ഉള്ള കോൺസെപ്റ്റാണെന്ന് തെറ്റിദ്ധരിക്കില്ല, അന്നുണ്ട് കോൺസെപ്റ്റ് ആയിരുന്നു. അതിന് ഇന്ന് റെലവൻസ് ഉണ്ട്. വി വിൽ ഗെറ്റ് ടു ദാറ്റ് ഇൻ എ മിനിറ്റ്. അപ്പോൾ ഗാലൻ പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ ഇങ്ങനെ ഇപ്പം ഗർഭപാത്രം താഴെ മുതൽ മുകൾ വരെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഗർഭപാത്രം തലയിലെത്തുമ്പോൾ സ്ത്രീകൾ ഹിസ്റ്റീരിക്കാവും. എക്സ്ട്രീംലി അവർക്ക് ദേഷ്യം വരും, സങ്കടം വരും, കരയും, അവർ ബഹളം വെക്കും. അപ്പോൾ ആ സമയത്ത് സ്ത്രീകളെ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇനി അത് തിരിച്ച് വൂമ്പിൻ്റെ അബ്ഡമൻ്റെ താഴെ വന്നിരിക്കുമ്പോഴത്തേക്ക് സ്ത്രീകൾ മെനിസ്ട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ തൊട്ട് മുമ്പ് ഉള്ള പീരീഡ് വരെ സ്ത്രീയായി മാറും. അതിനു മുമ്പേ വൈൽഡ് ബീസ്റ്റ് പോലത്തെ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. ആൻഡ് ദിസ് ഐഡിയ ദാറ്റ് ദ വൂംബ് ഡിഫൈൻഡ് വിമൻസ് ക്യാരക്ടറിസ്റ്റിക്. ഗാലൻ ഇത് പറഞ്ഞു, ഗാലൻ തിരുത്തപ്പെട്ടു. ഗാലൻ കഴിഞ്ഞ് ഒരുപാട് സ്കോളേഴ്സ് വന്നു, വൂംബ് ഇങ്ങനെയൊന്നും അല്ലെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ ഗാലൻ മുമ്പോട്ട് വെച്ച ഒരു ആശയമുണ്ടല്ലോ, ദാറ്റ് വിമൻ ക്യാൻ ബി ഹിസ്റ്റീറിക്കൽ, ഹോർമോണൽ. ഈ ഒരു ഐഡിയ ലോങ് സ്റ്റാൻഡിങ് നാരറ്റീവായിട്ട് നിലനിന്നു. അതുകൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിലെ പല മെഡിക്കൽ ജേർണൽസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹിസ്റ്റീറിക് വിമൻ ഒരു പഠന വിഷയമാണ്. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഹിസ്റ്റീരിയ വരുന്നു? പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ താങ്ക്ഫുള്ളി എ ലോട്ട് ഓഫ് വിമൻ ഓൾസോ എൻറ്റേർഡ് ആൻഡ് എ ലോട്ട് ഓഫ് സെൻസിബിൾ മെൻ ഓൾസോ എൻറ്റേർഡ് ദ മെഡിക്കൽ ഫീൽഡ് ആൻഡ് ദ റിസർച്ച് ഫീൽഡ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ, മാസ് ഹിസ്റ്റീരിയ വരുമ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ, പുരുഷന്മാർക്കും വരാറുണ്ടല്ലോ. സ്ത്രീകൾക്ക് മാത്രം മാസ് ഹിസ്റ്റീരിയ വന്ന ലോകത്ത് ഒരു ഇൻസിഡൻസ് പോലും ഇല്ല. അപ്പോൾ പുരുഷന്മാർക്ക് വൂമ്പില്ലല്ലോ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഹിസ്റ്റീരിയ വരുന്നത് എന്നുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ദാറ്റ് ഈസ് വെൻ people started disassociating the womb with women's emotions and started arguing that there might be other causes. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്, ഹിസ്റ്റോറിക്കലി പല സ്റ്റീരിയോടൈപ്സും അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് മിത്ത്, അത് സ്ത്രീകളെ കുറിച്ചാണെങ്കിലും ശരി, പുരുഷന്മാരല്ലാത്ത മറ്റ് ജെൻഡറിനെ കുറിച്ചാണെങ്കിലും ശരി, ഗ്രീക്ക് സിവിലൈസേഷനിലാണെങ്കിലും ശരി, ഇന്ത്യൻ സിവിലൈസേഷനിലാണെങ്കിലും നിലനിന്നിട്ടുണ്ട്. സയൻറ്റിഫിക്കലി ഈ മിത്തുകളെല്ലാം ബസ്റ്റായിട്ടുണ്ട്. പക്ഷേ ഈ മിത്തുകൾ ക്രിയേറ്റ് ചെയ്ത കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്പുകൾ അത് ഈ മിത്തുകളെ ഔട്ട്ലിവ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ജനറലി കൂടുതൽ ഇമോഷണലാണ്, കൂടുതൽ ഹിസ്റ്റീരിക്കാണ് എന്നുള്ള തെറ്റായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ നിലനിൽക്കുകയുണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനാർക്ക, ബെറ്റ്സി, ലൂസി ഈ 3 പേരുകൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഹോസ്പിറ്റൽ ബേർത്ത്സ് ആയിരുന്ന എത്ര മനുഷ്യർ ഈ ഹാളിലുണ്ട്? അതായത് നിങ്ങളുടെ അമ്മമാർ പ്രസവിച്ചത് ഒരു ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ ബേർത്ത്സ് ആയിട്ടുള്ള ബാക്കി എല്ലാവരും വീടുകളിലാണോ പ്രസവിച്ചത്? അല്ല, കേരളം ഒരു കുറേ നാളായിട്ട് നമ്മൾ വളരെ നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളൊരു കാര്യമാണ് ഹോസ്പിറ്റൽ ബേർത്ത്സ്. കാര്യം പിടികിട്ടല്ലോ. ഇഫ് യുവർ മദർ ഗേവ് ബർത്ത് ടു യു ഇൻ എ ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ ബർത്ത്. അങ്ങനെ സിസേറിയൻ ബർത്ത് നോർമൽ നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്, ഹോസ്പിറ്റൽ ബർത്ത് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 95% ആൾക്കാർ അങ്ങനെ ആയിരിക്കും. ഇപ്പോഴും ഹോം ബർത്ത് നടക്കുന്നുണ്ട് കേട്ടോ, കേരളത്തിൽ ഉൾപ്പെടെ ഹോം ബർത്ത് നടക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റൽ ബർത്ത് ആണ് നിങ്ങളുടെ എങ്കിൽ, നിങ്ങളുടെ അമ്മ ആ ഹോസ്പിറ്റൽ ബർത്തിനെ അതിജീവിച്ചെങ്കിൽ, ദീസ് ആർ ദ 3 women that you have to be thankful for. അനാർക്ക, ബെറ്റ്സി ആൻഡ് ലൂസി. ഹൂ വർ ദിസ് women? ഇത് ഞാൻ മെഡിക്കൽ സ്റ്റുഡൻസിനോടും പ്രാക്ടീസിങ് ഗൈനക്കോളജിസ്റ്റുകളോട് വരെ ചോദിച്ചിട്ടുണ്ട്, ഈ സ്ത്രീകളെ അറിയാവോ എന്ന്. ആൻഡ് ദി ആൻസർ ഇസ് യൂഷ്വലി നോ. ഇത് വളരെ കഷ്ടമാണ്. ഇപ്പം ഞാൻ ഫാദർ ഓഫ് മോഡേൺ ഗൈനക്കോളജി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമോ? ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾക്ക് ഫാദേഴ്സ് ഉണ്ട്, അവർക്ക് ആ സബ്ജക്റ്റുകൾക്കൊന്നും മദേഴ്സ് ഇല്ല. ഭയങ്കര കഷ്ടമാണ്. മലയാളത്തിന് വരെ ഒരു എഴുത്തച്ഛനുണ്ട്, എഴുത്തമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. ഇതൊക്കെ ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ദിസ് ക്വസ്റ്റ് ഫോർ ഫാദേഴ്സ് ഓഫ് ഡിസിപ്ലിൻസ്. പക്ഷേ ഈ പേര് കിട്ടിയിരിക്കുന്ന ആദ്യം കാണുന്ന ജെ മെറിയോൺ സിംസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറിൽ കാണുന്ന ഇദ്ദേഹത്തിനാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ അനാർക്ക, ബെറ്റ്സി, ലൂസി എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ സിംബോളിക്കലി റെപ്രസെൻ്റ് ആയിട്ടുള്ള 3 കറുത്ത വർഗ്ഗക്കാരികളായിട്ടുള്ള നേരത്തെ സ്ലേവ്സ് ആയിരുന്ന ഈ 3 സ്ത്രീകളെയാണ് ഇപ്പം മദേഴ്സ് ഓഫ് ഗൈനക്കോളജി എന്ന് വിളിക്കുന്നത്. വൈ സോ? ബിക്കോസ് ഈ മനുഷ്യൻ, ഈ ജെ മെറിയോൺ സിംസ് എന്ന് പറഞ്ഞ ഡോക്ടർ 30 to 40 ഓപ്പറേഷൻസ്, ഗൈനക്കോളജിക്കൽ ഓപ്പറേഷൻസ് ഈ കറുത്ത വർഗ്ഗക്കാരികളായിട്ടുള്ള സ്ലേവ്സ് ആയിരുന്ന സ്ത്രീകളുടെ ദേഹത്തിൽ ചെയ്തിട്ടാണ് ഇപ്പമുള്ള നമുക്ക് നമ്മുടെ സിസേറിയനിലാണെങ്കിലും നോർമൽ ബേർത്തിലാണെങ്കിലും ഉള്ള ഗൈനക്കോളജിക്ക് ആവശ്യമുള്ള ഇൻസ്ട്രുമെൻസും ആവശ്യമുള്ള മരുന്നുകളും ഗൈനക്കോളജിയിൽ അനസ്തേഷ്യൊക്കെ പരീക്ഷിച്ച് നോക്കിയത് ഇവരുടെ ശരീരങ്ങളുടെ പുറത്താണ്. അപ്പം ഇതിൽ അനാർക്ക എന്ന് പറഞ്ഞ സ്ത്രീയുടെ പുറത്താണ് 18ഓളം ഓപ്പറേഷനുകൾ നടത്തിയത്. ഈ 18 ഓപ്പറേഷൻ നടത്തുമ്പം ഈ അനാർക്കയ്ക്ക് എഴുത്തും വായന അറിയാത്തൊരു സ്ത്രീയായിരുന്നു. ലൂസിക്ക് കുറച്ചൊക്കെ എഴുതാൻ അറിയായിരുന്നു. അപ്പോൾ ലൂസിയുടെ ഡയറികളിൽ നിന്നാണ് നമ്മൾ ഈ സ്ത്രീകളുടെ ഹിസ്റ്ററി റിക്കവർ ചെയ്തെടുക്കുന്നത്. അപ്പം ലൂസിയുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, അനാർക്കയ്ക്ക് ജനറലോ ലോക്കലോ അനസ്തേഷ്യ കൊടുക്കാതെയാണ് ഈ ഓപ്പറേഷനുകൾ നടത്തിയിരുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അന്ന് അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈറ്റ് വിമന് ആ ഒരു സമയത്ത് അനസ്തേഷ്യ കൊടുത്തിരുന്നു. അന്നൊരു എക്സിസ്റ്റിംഗ് റേസ് മിത്ത് ഉണ്ടായിരുന്നു, കറുത്ത വർഗ്ഗക്കാർക്ക് പെയിൻ കുറവാണ് എടുക്കുന്നത്, അവരുടെ ശരീരങ്ങൾ പെയിൻ ടോളറേഷൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് അവസാനത്തെ 2 ഓപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്പറേഷൻ, അതായത് 15ഓളം ഓപ്പറേഷനുകൾ ചെയ്യുന്നത് അനസ്തേഷ്യ കൊടുക്കാതെയാണ്. അപ്പോൾ ഈ ലൂസിയുടെ ബുക്കുകൾ, ഡയറികൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. അതിനകത്ത് ലൂസി പറയുന്നുണ്ട്, പലപ്പോഴും ഇവർ ആർത്ത് നിലവിളിക്കുകയോ ഓടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അനാർക്ക എന്ന് പറഞ്ഞ സ്ത്രീ. ലൂസിയെ കൊണ്ട് പലപ്പോഴും ഇവരെ പിടിച്ചിരുത്തിപ്പിക്കാറുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബെഡിൽ. പക്ഷെ ഇവരിങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോഴും ഈ ഡോക്ടറുടെ ക്ലെയിം എന്താണ്? കറുത്ത വർഗ്ഗക്കാർക്ക് വേദന എടുക്കാറില്ല. ഈ സ്ത്രീ ഇവിടെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ്, കുതിര ഓടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അപ്പോഴും ക്ലെയിം ചെയ്യുന്നത് ഇല്ല, ഇവർക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ ഇത്രയും നാളുള്ള പഠനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? കറുത്ത വർഗ്ഗക്കാർക്ക് പെയിൻ ടോളറേഷൻ കൂടുതലാണ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ടുക്ക് റിസർച്ച് സ്റ്റഡീസ് ആഫ്റ്റർ സ്റ്റഡീസ് till 1987 where this idea within the Western academia that black people had more pain toleration, that was dismantled. 1987 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പഴയതൊന്നും അല്ല. അന്ന് വരെ ഇവർക്ക് യൂസ് ചെയ്യുന്ന നീഡിൽസിൻ്റെ ഗോജസ് വരെ വേറെയായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ഫോൾട്ടി റിസർച്ച് ബീങ് ഡൺ, റേസിസ്റ്റ് റിസർച്ച് ബീങ് ഡൺ. സോ നമ്മൾ മെഡിസിൻ പഠിക്കുമ്പം നമ്മൾ വിചാരിക്കരുത് മെഡിസിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവായിട്ട് നോൺ ഫെയിലിയബിൾ ആയിട്ടൊരു സയൻസ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതിൽ റിസർച്ച് ചെയ്യുന്ന മനുഷ്യരും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യരും ഒക്കെ ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മനുഷ്യരാണ്.
സയൻസിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, സയൻസിൻ്റെ പ്രാക്ടീസിൽ, സയൻസിൻ്റെ എഡ്യൂക്കേഷനിൽ പലപ്പോഴും പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ റിയൽ ലൈഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് മനുഷ്യർക്ക് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ലിവ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇറ്റ് ഇസ് താങ്ക്സ് ടു ഓൾ ദോസ് എക്സ്പെരിമെൻറ്റ്സ് ബീങ് ഡൺ ഓൺ ദ ബോഡി ദാറ്റ് നമുക്കിന്ന് നമ്മുടെ അമ്മമാരുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ ഉള്ളൊരു വലിയ റീസൺ ഈസ് ബിക്കോസ് ഓഫ് ദ സാക്രിഫൈസസ് മെയ്ഡ് ബൈ ദീസ് 3 ബ്ലാക്ക് വിമൻ. ഇത് നമ്മൾ മറന്നുപോകും. ഞാൻ ഈ 2 എക്സാമ്പിൾ, വാണ്ടറിങ് വൂമ്പിൻ്റെയും അനാർക്ക ബെറ്റ്സി ലൂസിയുടെ എക്സാമ്പിളിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, സംവെയർ വി ഹാവ് ദിസ് പ്രോബ്ലം ദാറ്റ് വി ലേബൽ പീപ്പിൾ. നമ്മളിങ്ങനെ ജെൻഡറിൻ്റെ, സെക്സിൻ്റെ ബോക്സസിൽ ആൾക്കാരെ പിടിച്ചിട്ടിട്ട് ഇവരെല്ലാം മനുഷ്യരാണെന്ന് നമ്മൾ മറന്നുപോകും. എന്നിട്ട് നമ്മുടെ ഒരു ഹെട്രോനോമേറ്റീവ് ബോധം ഉണ്ടല്ലോ, നമ്മളെ റിലീജൻ പഠിപ്പിക്കുന്നത്, നമ്മളെ സൊസൈറ്റി പഠിപ്പിക്കുന്നത്, നമ്മുടെ ഫാമിലീസ് പഠിപ്പിക്കുന്ന ബോധം വെച്ചിട്ട് ഇവരെ ജഡ്ജ് ചെയ്യാൻ നോക്കും. ഇൻഫാക്റ്റ് ഡോക്ടേഴ്സാണ് ഏറ്റവും ജഡ്ജ്മെൻ്റൽ അല്ലാതിരിക്കേണ്ട മനുഷ്യരും. കാരണം യു സീ ബോഡീസ് എവറി ഡേ, യു സീ ഡിസീസ് എവറി ഡേ, യു സീ ഡെത്ത് എവറി ഡേ. ഇറ്റ്സ് നോട്ട് എ ഈസി ലൈഫ് ഫോർ യു. അത് ഞാൻ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് വയലൻസ് അഗെയിൻസ്റ്റ് ഡോക്ടേഴ്സ് എന്നുള്ളത്. അപ്പം നമ്മളൊരു പ്രിലിമിനറി സ്റ്റഡിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എക്സ്ട്രീംലി ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ലൈഫാണ് അത്. ഡോക്ടേഴ്സ് മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ യൂഷ്വലി വിചാരിക്കുന്നത് ഇത്രയധികം വേദന, ഇത്രയധികം ഒപ്രഷൻ എല്ലാ ദിവസവും കാണുന്നവർക്ക് കുറെ കൂടെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് പറയേണ്ട വലിയ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ആൻഡ് ഐ നോ ഐ എം സ്റ്റാൻഡിങ് ബിഫോർ എ ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസ്. ഏറ്റവും ജഡ്ജ്മെൻ്റലായിട്ട് പലപ്പോഴും പ്രവർത്തിക്കുന്നതും ഈ ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ് തന്നെയാണ്. ഇത് ഐ ക്യാൻ ടെൽ യു വിത്ത് പ്രൂഫ്. ബിക്കോസ് കോവിഡ് വരുന്ന സമയത്ത് 82% ക്യൂർ മനുഷ്യർക്ക് മെഡിസിൻ നിഷേധിക്കപ്പെട്ടു, ഹോസ്പിറ്റൽ ആക്സസ് നിഷേധിക്കപ്പെട്ടു. പാർട്ട് ഓഫ് ഇറ്റ് വാസ് ഇഗ്നറൻസ്, പാർട്ട് ഓഫ് ഇറ്റ് എമേർജ് ഫ്രം സോഷ്യൽ പ്രെജുഡിസ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന നോക്കി ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ കുറേ കൂടെ ആക്സെപ്റ്റിംഗ് ആവും. ദ വെരി ഓപ്പോസിറ്റ് ഹാപ്പൻഡ്. ഇന്നും ഇപ്പം ഞാൻ കേരളത്തിൽ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ കുറേയൊക്കെ ഫെമിനിസ്റ്റ് സർക്കിൾസിൽ ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇതുപോലെയൊക്കെ ടോക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ വാട്സാപ്പിൽ വരുന്ന ഒരു ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? എന്നെ അറിയാത്ത ആൾക്കാർ, ഇങ്ങനെ കോളേജിലൊക്കെ സംസാരിക്ക് പോകുമ്പോൾ ഞാൻ നമ്പർ യൂഷ്വലി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. എനിക്ക് വരുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാം വെയർ ക്യാൻ ഐ ഫൈൻഡ് എ നോൺ ജഡ്ജ്മെൻ്റൽ ഗൈനക്കോളജിസ്റ്റ്? എന്നിട്ട് ഗ്രൂപ്പ് ഓഫ് എസ്, നിങ്ങളിത് റെഡിറ്റ് പോയി നോക്കിയാൽ കാണാൻ പറ്റും, വി പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് നോൺ ജഡ്ജ്മെൻ്റൽ ഗൈനക്കോളജിസ്റ്റ്. ചെയ്യേണ്ടി വന്നതാണ്. കാരണം വിമൻ വുഡ് സൈലൻ്റ്ലി സഫർ. അവർക്കൊരു ജഡ്ജ്മെൻ്റൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിനേക്കാളും ഉള്ള അസുഖം വെച്ച് ഞങ്ങൾ ജീവിച്ചോളാവേ എന്ന് പറയുന്ന ജീവിക്കുന്ന അനേകായിരം സ്ത്രീകൾ, സ്റ്റുഡൻസ് നമ്മുടെ ഇടയിലുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി ഇറ്റ് മൈറ്റ് ബി സംതിങ് ലൈക്ക് അബോർഷൻ. ഇത് ഏതാണെങ്കിലും വളരെ റീസെൻ്റ്ലി തമിഴ്നാടുവിൽ 30 എമർജൻസി പില്ല് കഴിച്ചിട്ട് ഒരു കുട്ടി മരിച്ചുപോയി. 22 വയസ്സുള്ളൊരു കുട്ടി. അപ്പം ഈ കുട്ടി എന്തുകൊണ്ട് മരിച്ചുപോയി? ഇപ്പം ആ കുട്ടി ഷി വാസ് സം 3 weeks പ്രഗ്നൻറ്റ് ഓർ സംതിങ്. ഈ കുട്ടി, ആ കുട്ടിയുടെ, ഐ എം നോട്ട് നെയിമിങ് ദ കോളേജ്, ആ കോളേജിലുള്ള ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടറുടെ അടുത്ത് പോയപ്പോഴത്തേക്കും നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ മാരീഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ വലിയൊരു മോറൽ ലെക്ചർ കിട്ടി. അപ്പോൾ ഈ മോറൽ ലെക്ചർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഈ കുട്ടി പോയില്ല. സെൽഫ് മെഡിക്കേറ്റ് ചെയ്തു, 30ഓളം ഗുളികകൾ കഴിച്ച് കുട്ടി മരിച്ചുപോയി. ദിസ് ഹാപ്പൻസ്. ഇതൊരു വളരെ റിയൽ ഫാക്റ്റാണ്. ആൻഡ് ദിസ് ഹാപ്പൻസ് ബിക്കോസ് നിങ്ങൾക്ക് അപ്രിയ സത്യമായിരിക്കും, പക്ഷെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. യു ഹാവ് എ സെറ്റ് ഓഫ് മെഡിക്കൽ, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, 100% ആൾക്കാർ അങ്ങനെയാണെന്ന് പറഞ്ഞില്ല, ബട്ട് എ ലാർജ് സെറ്റ് ഓഫ് ഡോക്ടേഴ്സ്, they don't behave like medical professionals, they behave like moral practitioners. ഇതിനപ്പുറം നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ശരീരങ്ങളായിട്ട് കാണാനും മനുഷ്യരായിട്ട് കാണാനും പറ്റുന്ന ഒരിടത്തേക്ക് നമ്മുടെ ഹെൽത്ത് കെയർ മാറിയാൽ മാത്രമേ നമുക്ക് ഈ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള ഒരു ഐഡിയ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പുകളിൽ നിന്ന് മെഡിസിനെ നമ്മൾ ഡിവോഴ്സ് ചെയ്താൽ മാത്രമേ വി ക്യാൻ ഗെറ്റ് ടു എ പ്ലേസ് വെയർ നമുക്ക് ബെറ്റർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് നമുക്കാകാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം സയൻസ് ഗ്രോ ചെയ്യുള്ളൂ.
ഇതിൻ്റെ ഒരു റൂട്ട് കോസ് പലപ്പോഴും കിടക്കുന്നത് നമ്മുടെ ഏത് മെഡിക്കൽ ടെക്സ്റ്റിൽ നോക്കിയാലും, മെഡിക്കൽ ടെക്സ്റ്റ് പോട്ടെ, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പടം കാണാൻ പറ്റും. വേർ മെയിൽ എവല്യൂഷൻ വുഡ് ബി ഷോൺ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ലേബിൾഡ് as മെയിൽ എവല്യൂഷൻ. What is it labeled as? Human evolution. But what is this actually? It is male evolution. Similarly, okay, evolutionൻ്റെ കാര്യം ഫൈൻ, നമുക്ക് കിട്ടിയിട്ടുള്ള സ്കെലിറ്റൽ റിമെയിൻസിൽ 60% ആണുങ്ങളുടെ സ്കെലിറ്റൻ ആണെന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ 40% അപ്പോഴും സ്ത്രീകളുടെ സ്കെലിറ്റൻസ് ആണ്. അതുകൊണ്ടായിരിക്കാമെന്ന് പറയും. പക്ഷേ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ ആണുങ്ങളുടെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകാറേ ഇല്ല. ഇതിൻ്റെ പുറകിൽ ഒരു സ്ത്രീയുടെ പടം കൊടുത്താൽ എന്ത് നഷ്ടമാണ് സംഭവിക്കാൻ പോണ്? പക്ഷെ ലാഭമുണ്ട്. ദർ ഇസ് എ ബെനിഫിറ്റ് ടു ഇറ്റ് ബിക്കോസ് റെപ്രസെൻറ്റേഷൻ മാറ്റേഴ്സ്. ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്? ഇതിപ്പോൾ ഞാൻ കുറച്ച് നാൾ ഉണ്ടായിരുന്ന നെതർലാൻഡ്സിലൊരു ടെക്സ്റ്റിലുള്ള പടങ്ങളാണ്. അറ്റത്തെ രണ്ടും. വേറെ ഫീമെയിൽ ഔട്ട്ലൈൻ ഇസ് ഗിവൺ. You can also show this. This can also be represented in textbooks and it will be equally right. Similarly, female evolution ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. I don't know whether it has reached India yet, but ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. There is nothing wrong in teaching this as well. കാരണം അല്ലെങ്കിൽ സംഭവിക്കുന്നത് പുരുഷ ശരീരമാണ് ഡീഫോൾട്ട് ശരീരം. പഠന വിധേയമാക്കേണ്ട ശരീരം പുരുഷ ശരീരമാണ്. ഹീലിംഗ് നടക്കേണ്ട ശരീരം പുരുഷ ശരീരമാണ്. മെഡിക്കൽ പ്രാക്ടീസിൻ്റെ ഡീഫോൾട്ടും ഗിവനും പുരുഷ ശരീരമായി മാറുന്നുണ്ട്. സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ് വെർ വി ഡീസെൻറ്റർ ദ ഹെറ്ററോസെക്ഷൽ മെയിൽ. എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ ശരീരം പഠന വിധേയമാക്കണ്ടെന്നോ ഇത് ഒരിക്കലും ആണുങ്ങളെ റെപ്രസെൻ്റ് ചെയ്യേണ്ടെന്നോ ഇങ്ങനെയൊന്നുമല്ല പറയുന്നത്. വെൻ യു give like 10 images of male outlines, you can add 2 images of females, right? അങ്ങനെ അല്ല ചെയ്യേണ്ടത്, ബട്ട് അറ്റ്ലീസ്റ്റ് 2. ആർക്കും ഒരു നഷ്ടമില്ലാത്ത കാര്യമല്ലേ. ഈ ഇമേജസ് ഒക്കെ നമ്മൾ സോഷ്യൽ സയൻസ് തിയറിയിൽ, ലക്കാൻ്റെ ഒക്കെ തിയറിയിൽ പറഞ്ഞ സിഗ്നിഫയേഴ്സാണ്. ഇത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് സിഗ്നൽസ് അയക്കുന്നുണ്ട്. ഏത് ശരീരമാണ് ദി ശരീരം ഇൻ ഹ്യൂമൻ മൈൻഡ്സ്, നമ്മുടെ കൊഗ്നീഷൻ്റെ ഭാഗമായിട്ട് അത് പിന്നെ മാറിക്കഴിയും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? വെൻ യു ഹാവ് വിമൻസ് ഹെൽത്ത് ഇഷ്യൂസ്, ഇതിന് റിസർച്ച് ഇല്ല. കാരണം എന്താ? ഇതിലെ റിസർച്ച് ഫണ്ടിങ്ങും എല്ലാം ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് വാട്ട്? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മെയിൽ ബോഡി. സോ എ നമ്പർ ഓഫ് വിമൻസ് ഹെൽത്ത് ഇഷ്യൂസ്, ഒന്ന് ഈ റിസർച്ചർ ബയസ് ഭയങ്കര അധികമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഈ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞ സാധനം നമുക്കിപ്പോൾ ഉണ്ട്. ഈ എപ്പിഡ്യൂറൽ ഉണ്ട്, അതായത് വെൻ യു ഹാവ് ഡെലിവറീസ്, വെൻ യു ഹാവ് ചൈൽഡ് ബേർത്ത്, എപ്പിഡ്യൂറൽ ഇപ്പം കൊടുക്കാറുണ്ട്. ഈ എപ്പിഡ്യൂറൽ കൊടുക്കാവോ എന്നുള്ളതിന് വോട്ടിംഗ് നടത്തി തീരുമാനിക്കുകയാണ്. അതായത് സ്ത്രീകളുടെ വേദന കുറയ്ക്കാമോ എന്നുള്ളതിന് മെഡിക്കൽ ബോഡീസ് ആർ ഡിസൈഡിങ് വെദർ ദിസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓർ നോട്ട്. നിങ്ങൾ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖത്തിന് മരുന്ന് കൊടുക്കാവോ ഇല്ലേ എന്ന് വോട്ട് ചെയ്ത് ഡിസൈഡ് ചെയ്യൂ. But there is a general Semitic perception that women have to give birth in pain. ഇത് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ടാണ് സോ കോൾഡ് നോർമൽ ബർത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഫാമിലീസ്. ഈവൻ വെൻ ദ ഡോക്ടർ സേസ് സിസേറിയൻ ബർത്ത് ആയിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഡോക്ടറിനെ പോലും വിശ്വസിക്കത്തില്ല ഫാമിലി. അവർ വിചാരിക്കും ഡോക്ടറിന് പൈസ കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പൈസ കിട്ടാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീയെ കൊണ്ട് നോർമൽ ബർത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും. ആ സ്ത്രീയുടെ ദേഹം വേദനിക്കുന്നത് മണിക്കൂറുകളോളം അവൾ വേദനയിൽ കിടക്കുന്നതൊന്നും കൺസേൺ ഇല്ല. കാരണം എന്താ? വി ഹാവ് എ ചൈൽഡ് സെൻറ്റേർഡ് നേറ്റൽ കെയർ. അതുകൊണ്ടാണ് കേരളം ഉൾപ്പെടെ നമ്മൾ ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ കെയറിൽ കുറച്ച് മുമ്പോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അധികം മുമ്പോട്ട് നിൽക്കുന്ന സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും പ്രീ നേറ്റൽ കെയറും നേറ്റൽ കെയറും ഭയങ്കര നല്ല റെക്കോർഡ്സാണ്. പോസ്റ്റ് നേറ്റൽ കെയറോ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് അറിയാവുന്ന എത്ര പേര് നമ്മുടെ ഈ ക്രൗഡിലുണ്ട്? ദിസ് ഇസ് സംതിങ് ദാറ്റ് ഓൾ വിമൻ ഹു ആർ പ്ലാനിങ് ടു ഹാവ് ബേബി ഷുഡ് നോ ഓഫ്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ബീങ് ഡിസ്കസ്ഡ്, ഈസ് ഇറ്റ്? കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നമ്മളൊരു സ്റ്റഡി നടത്തി. അപ്പം ഈ സ്റ്റഡി നടത്തിയതിൽ ഭയങ്കര രസമാണ്. 9 out of 10 വിമൻ ഡിഡ് നോ അബൌട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇത് എത്ര ഹൈ റേറ്റ് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് 100 സ്ത്രീകളുണ്ടെങ്കിൽ 90 സ്ത്രീകൾക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് അറിയില്ല. ഇതെല്ലാം തന്നെ 25 വയസ്സ് തൊട്ട് 50 വയസ്സുള്ള സ്ത്രീകളുടെ ഇടയിലാണ് ഈ സർവേ നടക്കുന്നത്. വിച്ച് മീൻസ് ഇതിലൊരു 90% സ്ത്രീകളും ബർത്ത് കൊടുത്ത സ്ത്രീകളാണ്. ആൻഡ് ഇറ്റ്സ് എ റൂറൽ പ്ലേസ് ലൈക്ക് കണ്ണൂർ. ദേ ഹാഡ് നോ ക്ലൂ വാട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഈസ്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് അതിൻ്റെ സിംറ്റംസ് പറഞ്ഞു നോക്കും. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ സങ്കടം വന്നോ, നിങ്ങൾക്ക് ലിബിഡോ
കുറഞ്ഞോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നി എന്നൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഇതൊരു ക്ലിനിക്കൽ ഇഷ്യൂ ആണെന്ന്, ഇതിന് മരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന് കൗൺസിലിംഗ് ഉണ്ട്. നോബഡി ന്യൂ ബിക്കോസ് നോബഡി ടോക്സ് അബൌട്ട് ഇറ്റ്. കാരണം എന്താ? ചൈൽഡാണ് ഇമ്പോർട്ടൻറ്റ്, ദി മദേഴ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. വൺ ഷീ ഹാസ് ഗിവൻ ബർത്ത്, ടാറ്റ ബൈ ബൈ, നൗ യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നുള്ള രീതിയിലേക്ക് ആണ് നമ്മുടെ ഹോൾ ഗൈനക്കോളജിയുടെ ഒരു ലോങ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അങ്ങനെ ട്യൂൺഡായിട്ട് വെച്ചിരിക്കുകയാണ്. ആൻഡ് സിമിലർലി ഇഫ് യു ടോക്ക് അബൌട്ട് വിമൻസ് ഇഷ്യൂസ്, എവറി വാട്സാപ്പ് മെസ്സേജ് യു ടേക്ക്, നോട്ട് ദാറ്റ് വാട്സാപ്പ് മെസ്സേജസ് ആർ ഗുഡ് places to get your medical info from, or even if you go to major medical sites, ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ പുരുഷന് വരുന്ന സിംറ്റം ആണ്. നമ്മളോട് ആരോടെങ്കിലും ചോദിച്ചാൽ പറയാം ലെഫ്റ്റ് ആർമിൽ പെയിൻ തുടങ്ങുമ്പോഴല്ലേ ഹാർട്ട് അറ്റാക്ക്. പക്ഷേ ലാസ്റ്റ് ഒരു 2012 തൊട്ടുള്ള സ്റ്റഡീസിൽ പറയുന്നത് സ്ത്രീകൾക്ക് ലെഫ്റ്റ് ആർമിലല്ല വേദന വരുന്നത്, സ്ത്രീകൾക്ക് ഷോൾഡർ ബ്ലേഡ്സിൻ്റെ ഇടയ്ക്കാണ് വേദന വരുന്നത്, സ്ത്രീകൾക്ക് ഇൻഡൈജഷൻ്റെ പോലത്തെയുള്ള സിംറ്റംസ് ഹാർട്ട് അറ്റാക്കിന് വരുന്നത്. ബട്ട് അഗെയിൻ ദ ഡീഫോൾട്ട് ഇസ് മാൻ, നോ? So we will talk about what his symptoms are. The entire system of etiology എന്ന് പറയുന്നത്, രോഗം ഡയഗ്നോസ് ചെയ്യുന്ന ഈ സിസ്റ്റം മുഴുവനും പുരുഷ കേന്ദ്രീകൃതമായതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സിംറ്റംസ് ഡിസ്കസ്ഡ് ആകുന്നില്ല. ഇതിൽ റിസർച്ചർ ബയസും ഭയങ്കര രസമാണ്. 10-7 റിസർച്ചേഴ്സും ഒന്നുകിൽ പുരുഷന്മാരായിരിക്കും അല്ലെങ്കിൽ മെയിൽ സെൻറ്റേർഡ് ആയിട്ട്, ഇവർ മനഃപൂർവ്വമായിട്ട് മെയിൽ സെൻറ്റേർഡ് ടോപ്പിക്കൊന്നും എടുക്കുന്നതല്ല കേട്ടോ. ബൈ ഡീഫോൾട്ട് നമ്മുടെ സൊസൈറ്റി പേട്രിയാർക്കൽ ആയതുകൊണ്ട്, ആൻഡ്രോസെൻട്രിക് ആയതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യും. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ലീഡ് ടു? ലിമിറ്റഡ് ഫണ്ടിങ് ഫോർ വിമൻസ് ഹെൽത്ത് ഇഷ്യൂസ്, ലിമിറ്റഡ് റിസർച്ച് ഓൺ വിമൻസ് ഹെൽത്ത് ഇഷ്യൂസ്. ഇങ്ങനെ ഞാൻ വിമൻസ് ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ പറയുകയാണെങ്കിൽ LGBTIQA+ മനുഷ്യരുടെ ഇതിനേക്കാളും കുറവ് റിസർച്ചാണ്.